തെവെനിൻസ് തിയറത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് പ്രോബ്ലംസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു പ്രോബ്ലം എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു സർക്യൂട്ട്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ദ കറന്റ് ത്രൂ 5 ohm റെസിസ്റ്റർ യൂസിങ് തെവെനിൻസ് തിയറം. തെവെനിൻസ് തിയറം ഉപയോഗിച്ചിട്ട് 5 ohm റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് എന്താണ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 5 ohm റെസിസ്റ്ററിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് റെസ്റ്റ് ഓഫ് ദ സർക്യൂട്ടിനെ ക്യാൻ ബി റീപ്ലേസ്ഡ് യൂസിങ് എ വോൾട്ടേജ് സോഴ്സ്. അതിനെയാണ് നമ്മൾ തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് തെവെനിൻസ് തിയറം എന്ന് പറയുമ്പോൾ our aim is to derive a Thevenin equivalent circuit. Okay, ഇങ്ങനെ ഉണ്ടാവും Thevenin equivalent circuit. It's a voltage source. Voltage source, practical voltage source means a voltage in series with the resistor. Okay, അപ്പോൾ ഈ 5 ohm നെ റിമൂവ് ചെയ്തു, rest of the circuit നെ replaced using a voltage source, that is a voltage source in series with the resistor. Okay, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് 5 ohm കണക്ട് ചെയ്യുന്നതും ഈ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് 5 ohm കണക്ട് ചെയ്യുന്നതും രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഇസ് അവർ എയിം. അപ്പോൾ ഈ സർക്യൂട്ട് കിട്ടണമെങ്കിൽ വി ഷുഡ് നോ വാട്ട് ഈസ് VTH ആൻഡ് വാട്ട് ഈസ് RTH. അപ്പോൾ VTH ഉം RTH ഉം ഈ സർക്യൂട്ടിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ കാൽക്കുലേറ്റ് VTH. VTH ഉം RTH ഉം കാണണം, ദാറ്റ് ഇസ് അവർ എയിം. എന്നാലേ നമുക്ക് തെവെനിൻ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം VTH എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, VTH കാണാനുള്ള സ്റ്റെപ്പ് എന്താ? റിമൂവ് ദ ലോഡ്. നിങ്ങൾ നോട്ടിൽ നോക്കിയാൽ കാണാം, ഫസ്റ്റ് റിമൂവ് ദ ലോഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ 5 ohm ആയിരുന്നല്ലോ നമ്മൾ ലോഡ് പറഞ്ഞിരുന്നത്. ആ 5 ohനെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ VOC എന്ന് മാർക്ക് ചെയ്തു. ആ VOC എന്താണെന്ന് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് വാട്ട് ഈസ് VTH. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൽ നിന്ന് എങ്ങനെ VOC കാണാം? അതിന് നമുക്ക് മെഷ് അനാലിസിസോ നോഡ് അനാലിസിസോ ഏത് മെത്തേഡാണ് KCL KVL ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് VOC കാണാം. ഇവിടെ ഞാൻ എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ ഈ 100 ohമിലൂടെ എല്ലാം നിന്ന് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഈ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അറിയണം. ഓക്കെ, ഓക്കെ, ഈ 100 ohമിൽ നിന്ന് കറണ്ട് വരുന്നു, ഈ ബ്രാഞ്ചിലേക്കും പോകും, ഇങ്ങനെ ഈ ബ്രാഞ്ചിലേക്കും പോകും. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കറണ്ട് ഒന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ 100 ohമിന് സപ്ലൈ ചെയ്യാനുള്ള ലോഡിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 15 + 8 സീരീസ്, 100 + 6 സീരീസ്, ബോത്ത് ദീസ് ബ്രാഞ്ചസ് ആർ ഇൻ പാരലൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അറിയാം. റെസിസ്റ്റൻസ് 15 + 8 പാരലൽ ടു 100 + 6. അത് എത്ര വാല്യൂ എന്ന് കണ്ടുപിടിക്കാം. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് കറന്റ്? Current is equal to voltage by resistance, that is 100 divided by R will give the current. ഇങ്ങോട്ടേക്ക് കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ യൂസിങ് കറന്റ് ഡിവിഷൻ റൂൾ നിങ്ങൾക്ക് I1 എന്താ I2 എന്താന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. I1 എന്താ? I1 is equal to current entering the junction, that is I, into other resistance, that is 15 + 8 23, divided by sum of the resistance, that is 23 + 106. ഒന്നുകൂടെ പറയാം. I1 is equal to I into 15 + 8, that is 23, divided by 23 + 106. Okay, അങ്ങനെ I1 കിട്ടിക്കഴിഞ്ഞാൽ the drop across 100 ohm resistor is equal to I1 into 100. ഓക്കെ, നമുക്കറിയാം ഈ ബ്രാഞ്ചിന്റെ ടോട്ടൽ വോൾട്ടേജ് എത്രയാ? 100 വോൾട്ട്. കാരണം ഈ ബ്രാഞ്ച് 100 വോൾട്ട്, അതിന് പാരലലാണ് ദിസ് ബ്രാഞ്ച്, അതിന് പാരലലാണ് ദിസ് ബ്രാഞ്ച്. അപ്പോൾ ഈ ബ്രാഞ്ചിന്റെ മൊത്തം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ 0 പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെ 100 വോൾട്ട് ആണ്, ഇവിടെ 0 പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെ 100 വോൾട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്ററിലൂടെ ഡ്രോപ്പ് എന്ന് പറയുന്നത് 100 into I1. കാരണം 100 റെസിസ്റ്റൻസ് ആണ്, I1 കറണ്ട് ആണ്. ഇതെന്താ നമുക്കറിയാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 വോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആ ഡ്രോപ്പ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ the voltage will be equal to പറയുന്നത് 100 minus I1 into 100, that is equal to VA, potential at A. Similarly നമുക്ക് I2 കണ്ടുപിടിക്കാം. I2 also calculated using current division rule, that is I2 is equal to I into other resistance 106 divided by sum of the resistances, that is 106 + 23, that is I2. Okay, then drop across 15 ohm
15. Okay, then the voltage at B is equal to, കാരണം ഇവിടെ ഞാൻ പറഞ്ഞു terminal voltage is 100, terminal voltage 0. So the drop at B കാണണമെങ്കിൽ 100 minus drop in 15 ohm resistance. That is 100 minus 15 into I2, that is equal to VB. Okay, ഇതൊക്കെ ഞാൻ നോട്ട് കാൽക്കുലേഷൻസ് എഴുതി നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് VA is equal to 5.7 and VB is equal to 34.797. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാ ഗ്രേറ്റർ വാല്യൂ? VB. ഓക്കെ, VB ആണ് ഗ്രേറ്റർ വാല്യൂ. ദെൻ ദ വോൾട്ടേജ് VAB ഓർ VOC എന്ന് പറയുന്ന ഈ ഓപ്പൺ വാല്യൂ എന്ന് പറയുന്നത് VB മൈനസ് VA, that is 29.1 volt. This is our VTH. അപ്പോൾ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബിക്കോസ് VB is higher, you should write plus at VB and minus at A. ഓക്കെ, ഇത് നിങ്ങൾ ശരിക്കും ഈ ടെർമിനൽ വോൾട്ടേജസ് ശരിക്കും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇത് ഈ ഒരു പ്രോബ്ലത്തിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. വേറെ പല പ്രോബ്ലത്തിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചെയ്യേണ്ടത് ഇത്ര മാത്രം: ടു ഫൈൻഡ് VTH, റിമൂവ് ദ ലോഡ്. ഈ ലോഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലാതെ ജസ്റ്റ് ടെർമിനലാണ് തന്നിരിക്കുന്നെങ്കിൽ ആ ടെർമിനലിലെ ഓപ്പൺ സർക്യൂട്ടഡ് വോൾട്ടേജ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ആൻഡ് ദിസ് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ഓൺലി വെൻ this is applicable when there is both dependent source ഉള്ള സർക്യൂട്ട് ആണെങ്കിലും ഡിപെൻഡന്റ് സോഴ്സ് ഇല്ലാത്ത സർക്യൂട്ട്, ഏത് സർക്യൂട്ട് ആണെങ്കിലും നമുക്ക് പറഞ്ഞിരിക്കുന്ന ടെർമിനലിലെ ഓപ്പൺ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് VTH. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ, പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ VTH കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയായാലും ഈ ഓപ്പൺ വോൾട്ടേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ 29.1. പൊളാരിറ്റി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Okay. Our next step, calculation of RTH. RTH കാണണമെങ്കിൽ നമുക്ക് VTH കാണുന്ന പോലെയല്ല, രണ്ട് കേസ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഇല്ലാത്തൊരു സർക്യൂട്ട് ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ടിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഒന്നുമില്ല. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ടു ഫൈൻഡ് RTH, അത് നമ്മൾ ലോഡ് റിമൂവ് ചെയ്തു. ലോഡ് റിമൂവ് ചെയ്ത ആ പോർഷനെ നമ്മൾ എഴുതി മാർക്ക് ചെയ്തു. ആ ABക്ക് അക്രോസിലെ റെസിസ്റ്റൻസ് ആണ് കാണേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലോഡ് റിമൂവ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അതിനുശേഷം all the independent sources should be replaced by their internal resistances. That is, in the circuit here is a voltage source. വോൾട്ടേജ് സോഴ്സ് ആകുമ്പോൾ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഐഡിയലി എന്താണ്? 0. സോ വോൾട്ടേജ് സോഴ്സ് ഷുഡ് ബി ഷോർട്ട് സർക്യൂട്ടഡ്. ഇഫ് ദർ ഇസ് എ കറന്റ് സോഴ്സ് ദാറ്റ് ഷുഡ് ബി ഓപ്പൺ സർക്യൂട്ടഡ്. വീണ്ടും ഞാൻ പറയാണ്, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദർ ഈസ് നോ ഡിപെൻഡന്റ് സോഴ്സ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഡിപെൻഡന്റ് സോഴ്സ് ഒന്നുമില്ല, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഷോർട്ട് ചെയ്തു. ഇനി നമുക്ക് ABക്ക് അക്രോസുള്ള റെസിസ്റ്റൻസ് എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ എനെ ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്തു, ബീനെ അങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കി ഈ സർക്യൂട്ടിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തത് ഓക്കെ അല്ലേ എന്ന്. ഓക്കെ, 100 + 6 പാരലൽ, ദാറ്റ് ഈസ് സീരീസ് വിത്ത് 15 + 8. ഓക്കെ, therefore the സർക്യൂട്ടിൽ എന്ത് ചെയ്യും? ഈ സർക്യൂട്ടിൽ എന്താണ്? RTH is equal to RAB is equal to 106 parallel, that is series with the 15 and 8 parallel. ഓക്കെ, അപ്പോൾ ഇങ്ങനെ RTH കിട്ടി. ഈ RTHും VTHും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സർക്യൂട്ടിലെ 5 ohm റിമൂവ് ചെയ്തിട്ടുള്ള സർക്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ VTHും RTHും കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഇവിടെ -2 പ്ലസ് VTH മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് എത്തുന്നത് എവിടേക്കാണ്? ബിയിലേക്കാണ്. ഇവിടെയാണ് A. അവിടെ നിങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. കാരണം ഈ ഒരു സർക്യൂട്ടിൽ 5 ohm നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ohമിലൂടെയുള്ള കറന്റ് ഡയറക്ഷൻ ഫ്രം ദിസ് ടു ദിസ്, ദാറ്റ് ഈസ് ഫ്രം B ടു A ആണ് എന്നാണ് അതിനർത്ഥം. എന്നിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ സർക്യൂട്ടിൽ IL കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ? ഒരു സോഴ്സും രണ്ട് റെസിസ്റ്ററും. therefore IL is equal to VTH divided by RTH plus RL. അപ്പോൾ IL എന്താണ്? 5 ohമിലൂടെയുള്ള കറന്റ് എന്താണ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ 3 ലൂപ്പ് വെച്ച് മെഷ് അനാലിസിസ് വെച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നോഡ് അനാലിസിസ് ഒക്കെ വെച്ച് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന കറണ്ട് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കൂ. ഇത് സെയിം അല്ലേ? അത് ഡയറക്ഷൻ ഫ്രം B to A അല്ലേ? ഇവിടെ കിട്ടുന്ന കറണ്ട് തന്നെയല്ലേ എന്ന് കണ്ടുപിടിച്ച് നോക്കൂ. അങ്ങനെ നിങ്ങൾക്ക് തെവെനിൻസ് തിയറം വെരിഫൈ ചെയ്യാം.
അപ്പോൾ തെവനിൻസ് തിയറം യൂസ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് VTH, ഫൈൻഡ് RTH, then draw the Thevenin equivalent circuit, then use this equation. Okay.